വിദേശങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ക്ലാസ്സിൽ 100-300 ആളുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അവർ ഉപാസകന്മാരായി സാധകന്മാരായിട്ട് സ്വതന്ത്രമായ അവരുടെ ജീവിതത്തിൽ ഈ വൈദിക ജ്ഞാനത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്തേക്ക് അത് എത്തിയിട്ടുണ്ട്. കാശിവേദ റിസർച്ച് ഫൗണ്ടേഷൻ വഴി ലക്ഷ്യമിടുന്ന ഭാവി പ്രവർത്തനം എന്തൊക്കെയാണ്? കാശിവേദ റിസർച്ച് ഫൗണ്ടേഷൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. സാധാരണ ജനങ്ങളിലേക്കൊക്കെ അത് എത്തിക്കഴിഞ്ഞു. വിദേശങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. വളരെ സന്തോഷമാണ്. കാരണം ഇത് എളുപ്പമല്ല. പലപ്പോഴും വിദേശത്തൊക്കെ ഇത് എത്തിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. വ്യാപകമായ തോതിൽ ആളുകൾ പഠിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ക്ലാസ്സിൽ 100-300 ആളുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആ രീതിയിൽ പഠിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അനുഭാവികളെ കുറിച്ചല്ല. ഈ വേദം പഠിപ്പിക്കുന്ന M.R. രാജേഷ് എന്നുള്ള വ്യക്തിയുടെ അനുഭാവികളല്ല, പഠിക്കുന്ന ആൾക്കാരാണ്. അവർ സാധകന്മാരാണ്. അവർ ഉപാസകന്മാരായി സാധകന്മാരായിട്ട് സ്വതന്ത്രമായ അവരുടെ ജീവിതത്തിൽ ഈ വൈദിക ജ്ഞാനത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്തേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ വ്യാപകമാക്കണം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം, കൂടുതൽ ശ്രദ്ധേയമായ രീതിയിൽ അത് അവതരിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.